ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ചെറിയ കുട്ടിയപ്പങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടിയപ്പവും കടലക്കറിയും. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ രാവിലെ തന്നെ ഇന്ന് കിച്ചണിൽ കയറിയേക്കുക എൻ്റെ കൂടെ. അല്ലേ കായ്മോൾ എന്താ ഉണ്ടാക്കുന്നത്? ചപ്പാത്തി. ചപ്പാത്തി മാവാണ് കുഴച്ച് വച്ചിരിക്കണേ. അപ്പോൾ കുട്ടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാവെടുക്കുക, ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ട, ചെറിയൊരു പൂവിൻ്റെ ആകൃതിയിൽ നമുക്കിങ്ങനെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. കാണിച്ചു തരാം. ഓക്കേ, കണ്ടോ, അവൾക്ക് ഒരേ നിർബന്ധം കുട്ടിയപ്പം വേണമെന്ന്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് ചെറിയൊരു മൂടി വെച്ചിട്ട് മൂടിക്കൊടുക്കുക. നമ്മുടെ അപ്പം ഇപ്പോൾ റെഡിയാവും. നമ്മൾ അപ്പത്തിന് കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ഇതെന്തോന്ന് പറഞ്ഞേ? ഇതിൽ എന്തെല്ലാം ചേർത്ത് കായ്മോള്? പറഞ്ഞേ, എന്തെല്ലാം ചേർത്ത്? കുറച്ച് വെള്ളം, കുറച്ച് എണ്ണ. പിന്നെ എന്തൊക്കെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്? ഗോതമ്പ് പൊടി, അരിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തു അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ഇനി കാണുമ്പോഴേക്കും ഗുഡ് ബൈ പറയണോ? ഇല്ലല്ലോ, നമുക്ക് അപ്പം കാണിച്ചു കൊടുക്കണ്ടേ? ഇത് ഞങ്ങൾ സാധാ അപ്പം ചുട്ടിരിക്കുന്നതാണ്. കണ്ടോ, നല്ല നൈസായിട്ടുള്ള നല്ല സോഫ്റ്റ് അപ്പമാണ്. ഞാൻ പിന്നെ കപ്പയൊന്നും കാച്ചില്ല കേട്ടോ. അല്ലാതെ ഒരു ട്രിക്കുണ്ട്. അപ്പത്തിന് മാവ് കുഴയ്ക്കുമ്പോഴേ നമ്മൾ മാവ് അരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ നല്ല പൂവമ്പഴം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ 2 എണ്ണം അരച്ച് ചേർത്താൽ മതി. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ജീരകവും എല്ലാം കൂടെ അരയ്ക്കും കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മാവ്. അപ്പോൾ കണ്ടോ, നമ്മുടെ കുട്ടിയപ്പങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഓക്കേ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.